നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. കേരള ദളിത് ഫെഡറേഷൻ ജില്ലാ നേതൃ ക്യാമ്പ് കോഴിക്കോട് ശിക്ഷക് സദനിൽ. കേരള ബ്രാഹ്മണ സഭ 44ാമത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ. പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. കേരള ദളിത് ഫെഡറേഷൻ ജില്ലാ നേതൃ ക്യാമ്പ് ശിക്ഷക് സദനിൽ നടന്നു. KDF സംസ്ഥാന പ്രസിഡന്റ് P. രാമഭദ്രാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. കേരള ദളിത് ഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ നേതൃത്വ ക്യാമ്പ് ശിക്ഷക് സദനിൽ നടന്നു. KDF സംസ്ഥാന പ്രസിഡന്റ് P. രാമഭദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായനയും പഠനവും ഇല്ലാത്ത ഒരാളിൽ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല. പ്രത്യേകിച്ച് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ, തൊഴിലാളിയാണെങ്കിൽ പോലും കൂലി കണക്ക് പറഞ്ഞു വാങ്ങിച്ച് അതെണ്ണി തിട്ടപ്പെടുത്തണമെങ്കിൽ അതിനും പഠനം ആവശ്യമാണ്. ഇന്ന് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർക്കില്ലാത്തതും വായനയും പഠനവും. KDF ജില്ലാ പ്രസിഡന്റ് PT ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. TP ഭാസ്കരൻ, KPC കുട്ടി മാസ്റ്റർ, KV സുബ്രഹ്മണ്യൻ, MP ചിന്നൻ, PM സുകുമാരൻ, A ഹരിദാസൻ, VM ലീല തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് P ഹേമബാലൻ, ജോൺസൺ നെല്ലിക്കുന്ന് തുടങ്ങിയവർ ക്ലാസുകൾ എടുത്തു. കേരള ബ്രാഹ്മണ സഭയുടെ 44ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ നടന്നു. MK രാഘവൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ബ്രാഹ്മണ സഭ 44ാമത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ നടന്നു. MK രാഘവൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. R സുരേഷ്, KGV പതി തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. തുടർന്ന് വനിതാ സമ്മേളനം, യുവജന സമ്മേളനം എന്നിവ നടന്നു. പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണ സംസ്ഥാന സമ്മേളനം ടൗൺ ഹാളിൽ നടന്നു. A. മോഹൻകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സഹ്യപർവ്വതം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണ സംസ്ഥാന സമ്മേളനം ടൗൺ ഹാളിൽ നടന്നു. A. മോഹൻകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി മുൻ MP PT തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ VS വിജയൻ വിഷയാവതരണം നടത്തി. തായാട്ട് ബാലൻ അധ്യക്ഷത വഹിച്ചു. T. ശ്രീനിവാസൻ, TV രാജൻ, ഡോക്ടർ A. അച്യുതൻ, പ്രൊഫസർ T. ശോഭീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കാറൽ മാർക്സ് പറഞ്ഞതുപോലെ ഏറ്റവും ഹീനമായ ഒരു അക്രമമാണ് ഇന്ത്യയിലേക്ക് നടന്നത് എങ്കിലും ആ അക്രമം പിന്നീട് പല നന്മകളിലേക്ക് നയിച്ചു എന്നതുപോലെ മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായി നടന്ന അതിശക്തമായ പ്രതിഷേധത്തിന്റെ ആ അലയലിൽ കേരള സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും അത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ ഉണ്ടാക്കാനും ഈ പശ്ചിമഘട്ടം സംരക്ഷിക്കേണ്ടതാണ് ഭാവി തലമുറയ്ക്ക് വേണ്ടിയെന്ന ബോധ്യമുണ്ടാക്കാനും അത് ഉപകരിച്ചിട്ടുണ്ട്. നല്ലളം പാടം ബസാർ നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഴ്ചയില്ലാത്തവർക്കായി നടത്ത പരിശീലന ക്യാമ്പും വൈറ്റ് കെയിൻ വിതരണോദ്ഘാടനവും നടന്നു. അസിസ്റ്റന്റ് കമ്മീഷണർ KP അബ്ദുൾ റസാഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജീവിത തിരക്കിനിടയിൽ ആകസ്മികമായി പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെടുന്നവർക്കായാണ് നല്ലളം നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന നടത്ത പരിശീലന ക്യാമ്പും വൈറ്റ് കെയിൻ വിതരണവും നടത്തിയത്. അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനാചരണത്തോടനുബന്ധിച്ചാണ് നന്മ ഈ നന്മയുള്ള പരിപാടി സംഘടിപ്പിച്ചത്. നന്മ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന സംഘടന ഇതുപോലുള്ള ചെറിയ ചാരിറ്റി പ്രവർത്തനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ ചാരിറ്റി പ്രവർത്തനത്തിലൂടെ ഏതെങ്കിലും ഒരാളുകൾക്ക് സഹായങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഒരു വലിയൊരു വിജയമായി ഞങ്ങൾ കണക്കാക്കുന്നു. നല്ലളം GM ഹൈസ്കൂളിൽ നടന്ന പരിപാടി ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ KP അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ സംരംഭം ഇങ്ങനെ ഒരു വൈറ്റ് കെയിൻ ഉപയോഗിച്ചുള്ള നടക്കാനുള്ള പരിശീലനം അത് നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. കാരണം എല്ലാ ആൾക്കാർക്കും ജീവിക്കാൻ അവകാശമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ. അവിടെ നമുക്കും ജീവിക്കണം. കണ്ണുള്ളവൻ മാത്രം, കാഴ്ചയുള്ളവൻ മാത്രം ജീവിച്ചാൽ പോരാ, നമ്മൾക്കും ജീവിക്കാനുള്ള അവസരം. കിൽബാൻ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ M. ബഷീർ മുഖ്യാതിഥിയായി.
നന്മ പ്രസിഡന്റ് റഷീദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അബ്സക്, കൌൺസിലർ സബിത കോടി, CK അബൂബക്കർ മാസ്റ്റർ, PTM മുസ്തഫ മാസ്റ്റർ, C അനീഷ് കുമാർ, അർഷാദ്, A അബ്ദുൾ റഹീം, T സുഗിനേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. കാഴ്ചയില്ലാത്തവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കാൻ പൊതുസമൂഹം ഇടപെടേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ പരിപാടി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലുക്കീമിയ രോഗികളായ കുട്ടികൾ കോഴിക്കോട് പ്ലാനറ്റോറിയത്തിൽ സന്ദർശനം നടത്തി. ശാസ്ത്രലോകത്തെ പുത്തൻ അറിവുകൾ പകർന്നാണ് കുട്ടികൾ യാത്രയായത്. ചെറുപ്പം വിട്ടുമാറാത്ത ഈ പിഞ്ചോമനകൾക്ക് ഏറെയുണ്ട് ആഗ്രഹങ്ങൾ. ജീവിതത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുമുണ്ട്. എന്നാൽ തന്റേതല്ലാത്ത കുറ്റം കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും തന്റെ സമപ്രായക്കാരെ പോലെ കളിച്ചു നടക്കാനും ഉല്ലസിക്കാനും ഇവർക്കിന്നാകില്ല. കാരണം പിറന്നു വീണപ്പോൾ മുതൽ ഇവർക്കൊപ്പം ലുക്കീമിയ എന്ന വൈറസും വളർന്നു. ആ വളർച്ചയും അതിന്റെ തീഷ്ണതയും ഇവരെ അറിയിക്കാതെയാണ് ഇവരുടെ രക്ഷിതാക്കളും IMCHലെ ഓരോ ജീവനക്കാരും ദിവസവും കടന്നുപോകുന്നത്. ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രം കാണുക എന്നതും കാഴ്ചകൾ കണ്ട് മനസ്സിലാക്കുക എന്നതും. അതിനുശേഷം കോഴിക്കോട് കടപ്പുറം. ഇങ്ങനെ ആഗ്രഹങ്ങൾ ഏറെയുണ്ട് ഇവർക്ക്. പ്ലാനറ്റോറിയത്തിലെത്തിയപ്പോൾ ആശുപത്രി മുറിയിലെ അടച്ചിട്ട മുറികളിൽ നിന്നും ആകാശഗോപുരങ്ങളും നക്ഷത്രങ്ങളും അടങ്ങുന്ന ശാസ്ത്രലോകത്തിന്റെ കാഴ്ചകൾ ഇവർക്ക് വേറിട്ട അനുഭവമായി തീർന്നു. 20ഓളം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും IMCHലെ ജീവനക്കാരും അടങ്ങുന്നതായിരുന്നു സംഘം. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ വെസ്റ്റ് കല്ലായി കുണ്ടുങ്ങൽ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. കുണ്ടുങ്ങൽ GUP സ്കൂളിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ കുണ്ടുങ്ങൽ വെസ്റ്റ് കല്ലായി യൂണിറ്റ് സമ്മേളനം കുണ്ടുങ്ങൽ GUP സ്കൂളിൽ നടന്നു. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് PC ഭാസ്കരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആത്മാർത്ഥത കൈവന്നവരല്ല, മറ്റുള്ള പാർട്ടിയുടെ പ്രവർത്തകന്മാരെ ഗുണഭോക്താക്കളാണ്. എനിക്കെന്ത് കിട്ടും, ഇന്നതൊക്കെ ചെയ്താൽ എനിക്കെന്തും എന്റെ കുടുംബത്തിനും എന്താണ് കിട്ടാൻ. നമ്മുടെ പാർട്ടിക്ക് ഒന്നും കൊടുക്കാൻ കഴിയില്ല, ബാഹ്യമായ ഒരു നേട്ടവും ഈ പാർട്ടികളിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയോട് പ്രവർത്തിക്കുന്നവരാണ് ഈ പാർട്ടികൾ. അത് നേടാൻ വേണ്ടിയല്ല, പക്ഷെ അവർക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ചരിത്രം അവരെ ഭാരിച്ച ജോലിയാണ് ലഭിച്ചത്. കാരണം ഒരു മൂല്യാധിഷ്ഠിത രാഷ്ട്രീയ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടിരുക, ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ ബദലായി മാറുക. അതുകൊണ്ട് തന്നെയാണ് ചരിത്രം ഈ പാർട്ടിയെ രൂപപ്പെടുത്തുന്നത്. ചരിത്രത്തിന്റെ നിയോഗമാണ് ഈ പാർട്ടി. ആരുടെയും മനസ്സിലെ സുപ്രഭാതത്തിന്റെ ആശയം. കാൽനൂറ്റാണ്ടിലേറെയുള്ള ശക്തമായ അന്വേഷണങ്ങൾ, ദേശീയവും സാർവദേശീയമായ അന്വേഷണങ്ങളൊക്കെ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പാർട്ടി പോകുന്നത്. ഏകദേശം 3 വർഷത്തോളം അടുത്തുള്ള നമ്മുടെ ഈ പാർട്ടി. നമ്മുടെ ലക്ഷ്യം മുന്നിലുള്ളത് എന്താണ്? ഈ പാർട്ടി ഭരണഘടനയെ 100% അംഗീകരിക്കുന്ന പാർട്ടി. വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ശശീന്ദ്രൻ പപ്പങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ പ്രസിഡന്റ് തെക്കോത്ത് മമ്മു അധ്യക്ഷത വഹിച്ചു. PM അയൂബ്, PP ഉമ്മർകോയ തുടങ്ങിയവർ സംബന്ധിച്ചു. ലോഹ്യ വിചാർവേദിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ ലോഹ്യ UR അനന്തമൂർത്തി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ MP വീരേന്ദ്രകുമാർ, നന്ദന റെഡ്ഡി തുടങ്ങിയവർ സംസാരിച്ചു. ലോഹ്യ വിചാരവേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഡോക്ടർ ലോഹ്യ ഡോക്ടർ UR അനന്തമൂർത്തി അനുസ്മരണ സമ്മേളനം ടൗൺ ഹാളിൽ നടത്തിയത്. MP വീരേന്ദ്രകുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആ പുസ്തകങ്ങൾ മുഴുവനും എൻ്റെ ഉത്തരവാദിത്വം അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത് ബദ്രവിശാഖപീഠിൻ്റെ ട്രസ്റ്റാണ്. അതിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ്. ഡോക്ടർ രാമമനോഹർ ലോഹ്യയുടെ മുഴുവൻ പുസ്തകങ്ങളും ആ ട്രസ്റ്റിനാണ് കൊടുത്തിരുന്നത്. അവരുമായി പല പ്രാവശ്യവും ബന്ധപ്പെട്ടിട്ടും വ്യക്തമായ മറുപടികളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഡോക്ടർ ലോഹ്യയുടെ പ്രധാന കൃതികളൊന്നും പ്രസിദ്ധീകരിക്കാൻ സാധിച്ചില്ല. പരിപാടിയിൽ സാക്ഷി മാസികയുടെ ലോഹ്യ പതിപ്പിന്റെയും ലോഹ്യ വിചാരവേദിയുടെ പ്രസിദ്ധീകരണമായ അന്തർധാരയുടെയും പ്രകാശനം നടന്നു. ഡോക്ടർ K ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. നന്ദന റെഡ്ഡി, സിവിക് ചന്ദ്രൻ, അഡ്വക്കേറ്റ് MK പ്രേംനാഥ്, അഡ്വക്കേറ്റ് S രാജശേഖരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പെരുമണ്ണ മണ്ഡലം ലഹരി വിമുക്ത ജാഗ്രതാ സദസ്സും ഗുരുശ്രേഷ്ഠ പുരസ്കാര ജേതാവ് P മൊയ്തീന് സ്വീകരണം നൽകി. പ്രൊഫസർ TM രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെരുമണ്ണ മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യടിത്തായം കോൺഗ്രസ് ഭവൻ പരിസരത്ത് വെച്ച മദ്യവിമുക്ത ലഹരി വിമുക്ത ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. കേരള മദ്യനിരോധന സമിതി സെക്രട്ടറി പ്രൊഫസർ TM രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കല്യാണ വീട്ടിൽ മഹനീയ സാന്നിധ്യമില്ല, പിന്നെ പാർട്ടിയിലില്ല, ജാഥയിലില്ല, പ്രത്യയശാസ്ത്രത്തിലില്ല, ലൈബ്രറിയുടെ 4 അയൽവക്കത്ത് പോലും ഇല്ല. എന്നിട്ട് കവി ചോദിക്കുകയാണ്, അല്ലയോ ചെറുപ്പക്കാര, നീ ഇവിടെയാണ് പോയി വിളിച്ചിരിക്കുന്നത്, നിന്നെ കാണാൻ കൊതിയാകുന്നു, ഐ മിസ് യുടാ,
ഐ മിസ് യുടാ എന്നാണ് നന്ദി. പി ഗൗരിശങ്കരൻ അധ്യക്ഷത വഹിച്ചു. പി മൊയ്തീൻ മാസ്റ്റർ, ഒ ജെ ചിന്നമ്മ, മുല്ലേരി ശ്രീധരൻ മാസ്റ്റർ, എം രജനി, കെ എം കൃഷ്ണൻകുട്ടി, വി മാലതി തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ഗുരുശ്രേഷ്ഠ അവാർഡ് ജേതാവ് പി മൊയ്തീൻ മാസ്റ്റർക്ക് സ്വീകരണവും നൽകി. വളയനാട് വില്ലേജ് പൗരസമിതി, സിറ്റിസൺ വെൽഫെയർ ട്രസ്റ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥി പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എ ജെ ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. വളയനാട് വില്ലേജ് പൗരസമിതി, വളയനാട് സിറ്റിസൺസ് വെൽഫെയർ ട്രസ്റ്റിന്റെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥി പ്രതിഭാ സംഗമവും ആരോഗ്യരംഗത്ത് സർവീസിൽ നിന്നും വിരമിച്ച 70 വയസ്സ് പൂർത്തിയാക്കിയവരെ ആദരിക്കലും നടന്നത്. സൗത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ എ ജെ ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുറച്ച് വിദ്യാർത്ഥികളെ ആദരിക്കുകയും അതോടൊപ്പം തന്നെ സമൂഹത്തില് ആരോഗ്യപരിപാലന രംഗത്ത് സുദൃഢമായ സേവനമനുഷ്ഠിച്ച് റിട്ടയർ ചെയ്ത് ഇപ്പോഴും സമൂഹത്തിൽ മാതൃകയായി ജീവിക്കുന്നവരെ ആദരിക്കുകയും ചെയ്യുന്ന 2 കർമ്മങ്ങളുള്ള ചേർത്ത ചടങ്ങായിട്ടാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. സ്വാഗത സംഘം ചെയർമാൻ എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ കവിത അരുൺ, വിജയൻ ആലപ്പുറത്ത്, ഇ വി ഉണ്ണികൃഷ്ണൻ, അംഗത്തിൽ അജയകുമാർ, എം വി മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. സിഎസ്കോവിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കെ മൊയ്തീൻ കോയ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സിഎസ്കോയുടെ ആഭിമുഖ്യത്തിൽ അൽസലാമ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് ഹൽവ ബസാറിലെ സിഎസ്കോ കുവൈറ്റ് മെഡിക്കൽ സെന്ററിൽ വെച്ച് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. KURDFC ചെയർമാൻ കെ മൊയ്തീൻ കോയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സിഎസ്കോ പ്രസിഡന്റ് MP ചേക്കുട്ടിക്കോയ അധ്യക്ഷത വഹിച്ചു. സിഎസ്കോ ജനറൽ സെക്രട്ടറി CV അബ്ദുൽ ഗഫൂർ, ഡോക്ടർ ഫിറോസ്, PTA അഷ്റഫ്, CKV മുസ്തഫ, AM കുഞ്ഞാമ്മ തുടങ്ങിയവർ സംബന്ധിച്ചു. 400ഓളം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ആർമി EME അപ്രന്റീസ് വെൽഫെയർ അസോസിയേഷൻ കുടുംബ സംഗമം മലബാർ പാലസിൽ നടന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി നിരവധി പേരാണ് കുടുംബ സംഗമത്തിൽ പങ്കെടുത്തത്. ആർമി EME അപ്രന്റീസ് വെൽഫെയർ അസോസിയേഷൻ 12ാമത് കുടുംബ സംഗമം ഹോട്ടൽ മലബാർ പാലസിൽ നടന്നു. മധ്യപ്രദേശിലെ ആർമി സ്കൂളിലെ പൂർവ്വകാല വിദ്യാർത്ഥികളാണ് ഇവർ. 16 വയസ്സ് മുതൽ ആർമിയിലെത്തിയവരാണ് ഇവരിലധികവും. എന്നാൽ പിന്നീട് വന്ന ഇന്ത്യൻ ആർമിയിലെ മാറ്റങ്ങൾക്ക് അനുസൃതമായി സ്കൂൾ അടച്ചുപൂട്ടുകയായിരുന്നു. എന്നാൽ ഈ സ്കൂളിലെയും ക്ലാസ് റൂമുകളിലെയും സൗഹൃദത്തിന് വിലങ്ങ് വീഴാതെ വർഷാവർഷം ഒത്തുകൂടുകയാണ് സുഹൃത്ത് സംഭാഷണങ്ങൾക്കായി ഈ സുഹൃത്തുക്കൾ. ഓൾ കേരള മെഡിക്കൽ എംപ്ലോയീസ് അസോസിയേഷന്റെ ജില്ലാ കൺവെൻഷൻ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. സംഘടനാ സംസ്ഥാന സെക്രട്ടറി വി ഇംബിച്ചാലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള മെഡിക്കൽ എംപ്ലോയീസ് അസോസിയേഷന്റെ ജില്ലാ കൺവെൻഷൻ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. സംഘടനാ സംസ്ഥാന സെക്രട്ടറി വി ഇംബിച്ചാലി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി NV മണികണ്ഠൻ, MP വിനോദ് കുമാർ, മോഹൻദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. പക്ഷേ സംഘടന വേണ്ടി ഏത് യൂണിയൻ അപ്ഡേറ്റ് ചെയ്യുന്നു എന്നതല്ല അവസ്ഥ. സംഘടന ഉണ്ടെങ്കിലേ അന്വേഷിക്കുന്ന ക്ലാസ് സംഘടനയില്ല. സംഘടന നമ്മുടെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിനകത്ത് മെമ്പർഷിപ്പ് ഇല്ല. ഇപ്പം എന്തുകൊണ്ട് വന്നിട്ടുള്ള ഒരൊറ്റാണ് ഈ കുറച്ച് മെമ്പറായിട്ട്. IMA അക്കാദമിക് ഓഫ് മെഡിക്കൽ അസോസിയേഷൻ ദക്ഷിണേന്ത്യൻ സമ്മേളനം സംസ്ഥാന സമ്മേളനവും നടന്നു. IMA ഹാളിലാണ് പരിപാടി നടന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അക്കാദമിക് ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസിന്റെ ദക്ഷിണേന്ത്യൻ 21ാമത് സംസ്ഥാന സമ്മേളനം IMA ഹാളിൽ നടന്നു. 2 ദിവസമായി നടന്ന സമ്മേളനത്തിൽ ഹൃദ്രോഗങ്ങളും ഡയബറ്റീസ് എന്ന വിഷയം മുതൽ തലസംബന്ധമായ രോഗങ്ങൾ, ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥ, കുട്ടികളിലെ അപസ്മാരം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും സെമിനാറുകളും നടത്തി. സമ്മേളനത്തിൽ കേരളത്തിലെ ആത്മഹത്യ എന്ന വിഷയത്തിൽ ഡോക്ടർ PN സുരേഷ് കുമാർ സെമിനാർ അവതരിപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 200ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. കേരള ദളിത് ഫെഡറേഷൻ ജില്ലാ നേതൃ ക്യാമ്പ് കോഴിക്കോട് ശിക്ഷക് സദനിൽ. കേരള ബ്രാഹ്മണ സഭ 44ാമത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ. പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.